കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപ് ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിച്ച ഭപ്പപ്പ എന്ന സിനിമ OTTയിൽ പ്രദർശനം തുടങ്ങിയത്. OTTയിൽ പ്രദർശനം തുടങ്ങിയത് മുതൽ തന്നെ നിരവധി ട്രോളുകൾക്ക് ഇത് കാരണമായി മാറുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടിയും പൃഥ്വിരാജ് സുകുമാരൻ്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ. ഭപ്പപ്പ എന്ന സിനിമയിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കളിയാക്കിക്കൊണ്ട് ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് പറയിപ്പിച്ചു എന്നതാണ് മല്ലിക ഇപ്പോൾ പറയുന്ന ഒരു പ്രശ്നം. ഇത് എൻ്റെ മകൻ പൃഥ്വിരാജ് പറഞ്ഞതാണ് എന്നൊരു കുഞ്ഞു കുട്ടിക്ക് പോലും മനസ്സിലാകും. എൻ്റെ മകനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നതാണെന്നും മനസ്സിലാകും. ഇത്രയും അധികം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസായിട്ടും ആ കേസിനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് എന്ത് കാരണമാണ് അവിടെ അവർക്ക് ഉന്നയിക്കാനുള്ളതെന്ന് മല്ലിക ചോദിക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മല്ലിക സുകുമാരൻ ഇപ്പോൾ ദിലീപിനെതിരെയാണ് ഈ സംസാരിക്കുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ചുറ്റി നിൽക്കുന്ന ഒരു നടൻ ദിലീപ് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന് തെളിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ആ കേസുമായി ആദ്യകാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷം വരെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമായിരുന്നു. ദിലീപും പൃഥ്വിരാജും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നും ആ വിഷയം ഇതുതന്നെയാണ് എന്നും മല്ലിക തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ്റെ അവസരങ്ങൾ തട്ടിമാറ്റുന്നത് ദിലീപാണെന്ന് പലരും പറയുകയുണ്ടായി. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. എൻ്റെ മകനോ ഞാനോ ആ വിഷയത്തെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് മല്ലികാമ്മ എടുത്തു പറയുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി നടക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം മുൻനിർത്തിയാൽ ഇത് മനഃപൂർവ്വം ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. എൻ്റെ മകൻ എല്ലാവരും പ്രതികരിക്കുന്നത് പോലെയാണ് പ്രതികരിച്ചത്. അവൻ്റെ കൂടെ ജോലി ചെയ്ത പെൺകുട്ടിക്കാണ് അത്തരമൊരു ദുരനുഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. അകത്തുള്ള തീരുമാനം എന്താണ് എന്ന് എനിക്കറിയില്ല. ആ തീരുമാനം എന്താണെങ്കിലും എൻ്റെ തീരുമാനം ഒന്നുണ്ട്. അതിനനുസരിച്ചല്ല എങ്കിൽ അതിനുള്ളതെല്ലാം തന്നെ ഉടൻ അറിയാൻ സാധിക്കുമെന്ന് പൃഥ്വിരാജ് അന്ന് പറയുകയുണ്ടായി. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയുമാണ് എന്ന് പൃഥ്വിരാജ് അന്ന് പ്രതികരിച്ചിരുന്നു. അതിനെ തുടർന്ന് സംസാരിച്ച വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇത്രയും അധികം ചർച്ചാ വിഷയമായി മാറുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് എതിരെ ഇത്തരത്തിൽ വാക്ക് പ്രാവർത്തികമാക്കരുതായിരുന്നു എന്ന് മല്ലിക പറയുന്നത്. എൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, ആ കേസ് കൂടെ ആയതുകൊണ്ടാണ്. ഇത്രയധികം ചുറ്റപ്പെട്ടും ഇത്രയും അധികം പ്രമാദമായൊരു കേസായിട്ടും ആ കേസിനെ കുറിച്ച് പ്രതികരിച്ച എൻ്റെ മകൻ്റെ വാക്കുകൾ കളിയാക്കിക്കൊണ്ട് ധ്യാനിനെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് എന്ന് മല്ലികാമ്മ എടുത്തു പറയുന്നുണ്ട്. അല്ലാതെ ധ്യാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എടുത്തു പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാക്കുകൾ എടുത്തു പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും പറയുന്നത് ഇതേ സംഭവം തന്നെയാണ് ശരിയെന്ന്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.